സർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ബേക്കൽ കോട്ടയും ബീച്ചും വളരെ മനോഹരമാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി നടത്തിയ ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ ലക്ഷക്കണക്കിന് ആഭ്യന്തര ടൂറിസ്റ്റുകളെ അവിടത്തേക്ക് ആകർഷിച്ചിട്ടുണ്ട്. അവിസ്മരണീയമായ ഒരു ഫെസ്റ്റിവലാണ് അവിടെ നടന്നത്. ഒന്നാമത്തെ എഡിഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും, രണ്ടാമത്തെ എഡിഷൻ ബഹുമാനപ്പെട്ട സ്പീക്കറുമാണ് ഉദ്ഘാടനം ചെയ്തത്. മൂന്നാമത്തെ എഡിഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ധാരാളം വിദേശ ടൂറിസ്റ്റുകളും അവിടത്തേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവയെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം യാത്രാ സൗകര്യമാണ്. മംഗലാപുരം, കണ്ണൂർ എയർപോർട്ടുകൾ ഉണ്ടെങ്കിലും ഈ മറ്റ് യാത്രകൾ വേണ്ടുന്ന സൗകര്യമില്ല. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ബേക്കലിൽ ഒരു എയർ സ്ട്രിപ്പ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബേക്കലിലെ എയർ സ്ട്രിപ്പ് കൂടി സ്ഥാപിച്ചാൽ, അത് ചെറിയ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന എയർ സ്ട്രിപ്പല്ല, ഒരു 12 മുതൽ 20 വരെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന കൊച്ചു വിമാനത്താവളമാണ്. അത് നടപ്പിലാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിച്ചത്. സർ, ബേക്കൽ വലിയ നിലയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേക്കൽ ഫെസ്റ്റ് ഉൾപ്പെടെ അവിടെ സംഘടിപ്പിക്കാനായതിൻ്റെ ഭാഗമായി കൂടുതൽ ജനകീയമായി ആ ടൂറിസ്റ്റ് കേന്ദ്രം മാറിയിട്ടുണ്ട്. നമ്മളതിൻ്റെ മറ്റ് സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ നമുക്ക് ബേക്കലിലേക്ക് എത്തിപ്പെടാനുള്ള പ്രശ്നം വേറെ കുറേ പരിഹരിച്ചു. ഇനിയിപ്പോൾ NH-66 യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ അതിൻ്റെ റിവ്യൂ യോഗം നടത്തിയപ്പോൾ 2025 ഡിസംബറോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ളതാണ് പൊതുവെ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ കണ്ടെത്തിയത്. എന്നാൽ അതിൽ മുൻപന്തിയിലുള്ള ഒരു ജില്ല കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളാണ്. വേഗത്തിൽ അതിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട്. അതുകൂടി വന്നാൽ ബേക്കലിലേക്ക് കൂടുതൽ വേഗത്തിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും. എന്നാൽ ഇപ്പറയുന്ന പദ്ധതി അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കാനാകുമോ എന്നുള്ള പരിശോധന നടത്തി സർക്കാർ മുന്നോട്ട് പോകും എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.